നമസ്കാരം. തിരുവനന്തപുരത്തെ നടിക്ക് നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ സ്വന്തം അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് കുഞ്ഞിനോട് കാട്ടിയത് ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പീഡനങ്ങളെന്ന് തെളിയുന്നു. കേസിൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അമ്മ അഖില, പങ്കാളി അഷ്കർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് മാസങ്ങളോളം ആ പിഞ്ചുകുഞ്ഞ് അനുഭവിച്ച നരകയാതനകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് 1.5 വയസ്സുകാരനായ മകൻ തടസ്സമാണെന്ന് കരുതിയാണ് ഇരുവരും ചേർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മരിക്കുന്നതിന് മുൻപുള്ള 4 മാസക്കാലത്തോളം കുഞ്ഞിന് നേരെ നിരന്തരമായ മർദ്ദനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടി വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നുവെന്നും വീടിനുള്ളിൽ ഓടി നടക്കാതിരിക്കാൻ വേണ്ടി ലൈറ്റർ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ പൊള്ളിച്ചതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി. ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ കാരണം കുട്ടി അതീവ ക്ഷീണിതനായിരുന്നു. ഇതിനിടയിൽ സൈക്കിളിൽ നിന്ന് വീണ് കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. കൈകളിൽ ശക്തമായി നീരും വേദനയും വന്ന് കുഞ്ഞ് നിരന്തരം കരഞ്ഞിട്ടും 12 ദിവസത്തോളം കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ ഇവർ തയ്യാറായില്ല. മർദ്ദനമേറ്റ് അവശനായ കുഞ്ഞുമായി ഇവർ മധുരയിലേക്ക് പോവുകയും ചെയ്തു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുട്ടിക്ക് കടുത്ത പനി ബാധിച്ച് കുഴഞ്ഞു വീണിട്ടും മരുന്നോ പരിചരണമോ നൽകാൻ ഈ അമ്മയും രണ്ടാനച്ഛനും തയ്യാറായില്ല. കഴിഞ്ഞ മെയ് 29-നാണ് ദേഹമാസകലം ഗുരുതരമായ പരിക്കുകളോടെ നെടുമങ്ങാട് പനൂർ സ്വദേശിയായ അർഷിദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഛർദ്ദിച്ച് അവശനാവുകയായിരുന്നു എന്നാണ് രണ്ടാനച്ഛനായ അഷ്കർ ആദ്യം പോലീസിനോടും ഡോക്ടർമാരോടും പറഞ്ഞത്. എന്നാൽ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന പഴയതും പുതിയതുമായ നിരവധി മുറിവുകളും ചതവുകളും ഡോക്ടർമാരിൽ വലിയ സംശയത്തിനിടയാക്കി. തുടർന്ന് അന്ന് തന്നെ രാത്രിയോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. മരണാനന്തരം നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലെ പരിക്കുകൾ സ്വാഭാവികമായിട്ടുണ്ടായതല്ലെന്നും നിരന്തരമായ ക്രൂരപീഡനത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണെന്നും വ്യക്തമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് തങ്ങളുടെ സന്തോഷത്തിന് തടസ്സമാകാതിരിക്കാൻ ഇവർ കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിനെ സ്വന്തം അമ്മയായ റീനയെ ഏൽപ്പിച്ചാണ് നർത്തകിയായ അഖില പരിപാടികൾക്ക് പോയിരുന്നത്. എന്നാൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ റീനയ്ക്ക് കുഞ്ഞിനെ പരിപാലിക്കാൻ പലപ്പോഴും കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർക്കിടയിൽ വഴക്ക് പതിവായിരുന്നു. ഇതോടെ അമ്മ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഇടപെട്ട് അഖിലയോട് കുഞ്ഞിനെ നോക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ അഖിലയും കാമുകനായ അഷ്കറും ചേർന്ന് കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞതോടെ അഖിലിന്റെ വീട്ടുകാർ പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സമവായം ഉണ്ടാക്കുകയും കുഞ്ഞിനെ നൽകാമെന്ന് അഖില സമ്മതിക്കുകയും ചെയ്തിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞ മകൻ്റെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അഖിലിൻ്റെ വീട്ടുകാർ നടത്തിയെങ്കിലും ചിരിക്കുന്ന പൊന്നോമനെ പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് മുന്നിലേക്ക് ഒടുവിലെത്തിയത് അർഷിദിൻ്റെ മരണവാർത്തയായിരുന്നു. അഖിലയുടെയും ആദ്യ ഭർത്താവായ പരേതനായ അഖിലിൻ്റെയും മകനാണ് അർഷിദ്. 2 വർഷം മുൻപാണ് അഖിലയുടെ ആദ്യ ഭർത്താവായ അഖിൽ മരിക്കുന്നത്. അതൊരു ആത്മഹത്യയായിരുന്നു. ഈ സമയത്ത് അഖില ഗർഭിണിയായിരുന്നു. കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിനെ ഭർത്തൃ വീട്ടുകാരെ കാണിക്കാൻ പോലും അഖില തയ്യാറായിരുന്നില്ല. നൃത്ത പരിപാടികൾക്ക് പോകുമ്പോൾ 3-4 ദിവസം കഴിഞ്ഞാണ് അഖില വരാറുള്ളത്. തങ്ങൾ അറിയുന്നിടത്തൊന്നും അവൾ കുഞ്ഞിനെ കൊണ്ടുപോകില്ലായിരുന്നുവെന്നും കുഞ്ഞിനെ മാറ്റിക്കളയുമായിരുന്നുവെന്നുമാണ് അഖിലിൻ്റെ വീട്ടുകാർ പറയുന്നത്. കുഞ്ഞിനെ തരാമെന്ന് അഖില സമ്മതിച്ചിരുന്നതായും അവളെ വിശ്വസിച്ചാണ് ഇതുവരെ കഴിഞ്ഞിരുന്നതെന്നാണ് അഖിലിൻ്റെ മാതാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്.